നാടക സാഹിത്യത്തെക്കുറിച്ചും അരിസ്റ്റോട്ടലിൻ്റെ നാടക സങ്കല്പത്തെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ആദ്യകാല നാടകങ്ങളുടെ ഉത്ഭവം ഗ്രീക്കിലാണ്. യവന നാടകവേദി എന്നും ഗ്രീക്ക് നാടകവേദി അറിയപ്പെടുന്നു. ഗ്രീക്ക് നാടകവേദിയെ ദുരന്ത നാടകം, ആക്ഷേപഹാസ്യ നാടകം, ശുഭാന്ത്യ നാടകം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ട്രാജഡി, സറ്റയർ, കോമഡി. ആരാധനയ്ക്കു വേണ്ടിയുള്ള കലകളായിരുന്നു ആദ്യകാല ഗ്രീക്ക് നാടകങ്ങൾ. യവന നാടക ആചാര്യർ എന്നറിയപ്പെടുന്ന 3 നാടകകൃത്തുക്കളാണുള്ളത്: എസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡിസ്. സോഫോക്ലിസിൻ്റെ ഇഡിപ്പസ് രാജാവ് എന്ന നാടകം വളരെ പ്രസിദ്ധമാണ്. പ്രധാനമായും 3 സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗ്രീക്ക് നാടകവേദിയിൽ ഇതിവൃത്തം രചിച്ചിരുന്നത്: പൊളിറ്റിക്സ്, പോലീസ്, പൗരോഹിത്യം. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം, അതായത് രാജാവ്, അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ സംഭവിക്കുന്ന അപജയങ്ങളൊക്കെയാണ് പൊളിറ്റിക്സിൽ വിഷയമായി വരുന്നത്. പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ സംരക്ഷകരാണ്. പൗരോഹിത്യം മതമാണ്. അരിസ്റ്റോട്ടലിൻ്റെ നാടക സങ്കല്പം. പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പോൾ പ്ലേറ്റോയുടെ സ്കൂളാണ് അക്കാദമി. അക്കാദമിയിൽ കലയും സാഹിത്യവും അനുകരണമാണെന്നാണ് പ്ലേറ്റോ പറയുന്നത്. എന്നാൽ അരിസ്റ്റോട്ടിൽ തൻ്റെ സ്കൂളായ ലൈസ്യത്തിലൂടെ പഠിപ്പിക്കുന്നത് കലയും സാഹിത്യവും ഒരു പുനഃസൃഷ്ടിയാണ് എന്നാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പോയറ്റിക്സ്. പോയറ്റിക്സിലാണ് ദുരന്ത നാടകത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. മിമിക്സ് എന്നാണ് അനുകരണത്തെ അരിസ്റ്റോട്ടിൽ വിളിക്കുന്നത്. അരിസ്റ്റോട്ടിലിൻ്റെ നാടക നിർവചനം ഇപ്രകാരമാണ്: സ്വയംപൂർണവും ഗൗരവതരവുമായ ഒരു ക്രിയയുടെ അനുകരണമാണ് നാടകം. നാടകത്തിന് പ്രധാനമായും 6 ഘടകം വേണമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. 1 ഇതിവൃത്തം, 2 കഥാപാത്രം, 3 ചിന്ത, 4 പദഘടന, 5 ഗാനമാധുരി, 6 ദൃശ്യപരത. ഇതിവൃത്തത്തിൽ നിശ്ചിത ദൈർഘ്യമുണ്ടായിരിക്കണം, കാര്യകാരണ ബന്ധമുണ്ടായിരിക്കണം, ആദിമധ്യാന്ത പൊരുത്തം വേണം. അതുപോലെ തന്നെ സങ്കീർണമായ ഇതിവൃത്തമെന്നും ലളിതമായ ഇതിവൃത്തമെന്നും ഇതിവൃത്തത്തെ 2ആയി തിരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു കൺസെപ്റ്റാണ് ഐക്യത്രയം എന്ന് പറയുന്നത്. ക്രിയ ഐക്യം, കാല ഐക്യം, സ്ഥല ഐക്യം എന്നിങ്ങനെ 3 ഐക്യങ്ങളെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ക്രിയ എന്ന് പറയുന്നത് സംഭവമാണ്. കാലം ഏത് സമയത്ത് സംഭവം നടക്കുന്നു. സ്ഥലം എന്ന് പറയുന്നത് സംഭവം നടക്കുന്ന സ്ഥലം ആണ് ഉദ്ദേശിക്കുന്നത്. ക്രിയയോട് സ്ഥലവും കാലവും ബന്ധപ്പെട്ടിരിക്കണം. അടുത്തതാണ് കഥാർസിസ്, വികാര വിമലീകരണം. ഹിപ്പോക്രേറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ആണ് കഥാർസിസ് എന്ന പദം ഉത്ഭവിച്ചത്. നാടകം കാണുന്ന ആസ്വാദകനിൽ നടക്കുന്ന വികാര വിമലീകരണമാണ് കഥാർസിസ്. ദുരന്ത ആസ്വാദകന് വൈകാരികമായി ഒരു ശുദ്ധീകരിക്കൽ നടക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ദുരന്തപൂർവമായ ഒരു സിനിമ, ആകാശദൂത് പോലെയുള്ള ഒരു സിനിമയൊക്കെ കാണുമ്പോൾ അത് കണ്ടിട്ട് കരയാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ദുരന്തം കാണുമ്പോൾ നമുക്ക് കാഴ്ചക്കാരനിൽ ഒരു വികാരങ്ങളുടെ ഒരു വേലിയേറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് കഥാർസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹമേഷ്യ, ട്രാജിക് ഫ്ലോ എന്നാണ് പറയുന്നത്. ദുരന്ത നാടകത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന് അഥവാ നായകന് ദുരന്തം സംഭവിക്കാനിടയാകുന്ന അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു ചാബല്യം, അതിനെയാണ് ഹമേഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ നാടക സങ്കല്പം.